ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പാ പിതാവേ, അപ്പാ ഞങ്ങൾ കർത്താവെ ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിലായിരിക്കുന്ന കർത്താവെ സ്തുതിപ്പാനും സ്തോത്രം ചെയ്യുവാനും ദൈവമേ അങ്ങ് ചെയ്തു തന്ന എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി പറയുവാനും ഈ നല്ല ദിവസം കർത്താവെ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കാനുള്ളത് കേൾക്കുവാനും കർത്താവെ അവിടുത്തെ പാദത്തിങ്ങളിൽ ഞങ്ങൾ വന്നിരിക്കുന്നു ദൈവമേ. ഈ നിമിഷം വരെ അങ്ങ് ചെയ്തു തന്ന എല്ലാ ഉപകാരങ്ങൾക്കും കർത്താവെ ആത്മീകവും ഭൗതികവുമായ എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു കർത്താവെ. അവിടുന്ന് അനേകര് ദൈവമേ ദുഃഖത്തിലും കർത്താവെ മനപ്രയാസത്തിൽ ഇരിക്കുമ്പോൾ കർത്താവെ ഞങ്ങൾക്ക് ദൈവമേ സന്തോഷമുള്ള മനസ്സോടെ സമാധാനത്തോടെ ദൈവമേ പരസ്പര സ്നേഹത്തോടെ ഇവിടെ വന്ന് കൂടുവാൻ അങ്ങ് തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം പറയുന്നു ദൈവമേ. നന്ദി പറയുന്നപ്പാ. യേശുക്രിസ്തുവിലൂടെ ഞങ്ങളെ എത്രയധികം സ്നേഹിക്കുന്ന ദൈവമേ, തൻ്റെ പുത്രനെ തരാനും മാത്രം ഞങ്ങളെ സ്നേഹിക്കുന്ന അപ്പ അങ്ങേക്ക് സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായ പുത്ര അങ്ങേക്ക് നന്ദി. അപ്പോൾ പിതാവ് ഈ സമയത്ത് കർത്താവെ അങ്ങേക്ക് ഞങ്ങളോട് പറയുവാനുള്ളത് എന്തെന്ന് കേൾപ്പാൻ ഞങ്ങൾ വന്നിരിക്കുന്നപ്പ ദാഹത്തോടെ ഞങ്ങൾ വന്നിരിക്കുന്നത് ദൈവമേ. അവിടുത്തെ വചനത്തിനായുള്ള ദാഹം കർത്താവെ ഞങ്ങൾ ദൈവമേ എപ്പോഴും ഞങ്ങളുടെ ഉള്ളിൽ അത് തരണേ കർത്താവെ. ദൈവമേ കേട്ട് വചനം കേട്ട് തഴപ്പിച്ചവരായിട്ടല്ല കർത്താവെ, അത് ജീവിതത്തിൽ കർത്താവെ പ്രാവർത്തികമാക്കുവാൻ തക്കവണ്ണം ആ ഒരു പരീക്ഷയും കൂടെ കർത്താവെ ഞങ്ങൾക്ക് ദൈവമേ അത് വരുമ്പോൾ കർത്താവെ ഓരോ നിമിഷവും ദൈവമേ വചനമാകുന്ന വാളിനാൽ കർത്താവെ പിശാചിനെ എതിർത്ത് നിൽപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് വചനത്തെ വിളമ്പി തരുവാൻ പപ്പായെ പ്രാപ്തരാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ വചനം സംസാരിക്കുന്നവൻ ദൈവമേ ക്രിസ്തുവിൻ്റെ കർത്താവെ അരുളപ്പാട് സംസാരിക്കുന്നവനായി കർത്താവെ ഞങ്ങൾക്ക് വെളിപ്പെടുവാൻ തക്കവണ്ണം അങ്ങേക്ക് ഞങ്ങളോട് പറയുവാനുള്ളത് പപ്പായെ കൂടെ കേൾക്കുവാൻ തക്കവണ്ണം അവിടുന്ന് കൃപ തരണേ അപ്പ. സ്തോത്രം ദൈവമേ. പപ്പായ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾക്ക് കർത്താവെ അവിടുത്തെ വചനത്തിലെ ദൈവമേ വാതിലുകളെ അവിടുന്ന് തുറന്നു തരണേ അപ്പ. സ്തോത്രം നന്ദി പറയുന്നു അപ്പ. ഞങ്ങൾക്ക് ഇതിനായി ഒരുക്കി തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. വരാൻ പറ്റാതെ അനേകരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാവരെയും കർത്താവെ പരിശുദ്ധാത്മാവ് ദൈവമേ പരിശുദ്ധാത്മാവിന് പ്രവർത്തിപ്പാൻ കർത്താവെ സമയവും സ്ഥലവും ഒന്നും കർത്താവെ ഒരു തടസ്സമല്ലല്ലോ നാഥ. അവിടുന്ന് ദൈവമേ അവരുടെ ഹൃദയത്തിലും പ്രവർത്തിച്ച് കർത്താവെ അവർക്കും വചനം കേൾക്കുവാൻ തക്കവണ്ണം അവിടുന്ന് കൃപ കൊടുക്കണേ അപ്പ. സ്തോത്രം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ പ്രത്യേക കാര്യങ്ങൾ തരുന്നു. അടിയങ്ങൾക്ക് തന്ന ആത്മീകവും ഭൗതികവുമായ എല്ലാ നന്മകൾക്കായിട്ടും ഞങ്ങൾ നന്ദി പറയുന്നപ്പ. സ്തോത്രം സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച യേശുവിൻ നാമത്തിൽ തന്നെ. സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇരുന്നൂറ്റി 87 പാട്ട്. എനിക്കെൻ്റെ ആശ്രയമേശുവത്രേ, സർവശക്തനാമെന്നേശുവത്രേ, ഞാനവൻ കൈകളിൽ സുരക്ഷിതനാ, യേശു മതിയായവൻ. എനിക്കെൻ്റെ ആശ്രയമേശുവത്രേ, സർവശക്തനാമെന്നേശുവത്രേ, ഞാനവൻ കൈകളിൽ സുരക്ഷിതനാ, യേശു മതിയായവൻ. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. കാക്കയെ അയച്ചാഹാരം തരും, ആവശ്യമെല്ലാം നടത്തിത്തരും, നഷ്ടങ്ങളെ ലാഭമാക്കിത്തരും, യേശു മതിയായവൻ. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു
മതി ആ സ്നേഹം മതി തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി തൻ ഹിതം മതി നിത്യജീവൻ മതി എനിക്ക്. ശാപത്തിൻ നാടുകൾ തീർത്തു തരും കടഭാരങ്ങളെ മാറ്റിത്തരും. നിന്നെ നാളുകൾ തീർത്തു തരും യേശു മതിയായവൻ. യേശു മതി ആ സ്നേഹം മതി തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി തൻ ഹിതം മതി നിത്യജീവൻ മതി എനിക്ക്. ആരോഗ്യമുള്ള ശരീരം തരും രോഗങ്ങളെ ദൈവം നീക്കിത്തരും. ശാന്തമായി ഉറങ്ങുവാൻ കൃപ തന്നിടും യേശു മതിയായവൻ. യേശു മതി ആ സ്നേഹം മതി തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി തൻ ഹിതം മതി നിത്യജീവൻ മതി എനിക്ക്. പാഴ്ചിലവുകളെ നീക്കിത്തരും വരുമാന മാർഗങ്ങൾ തുറന്നു തരും. ചിലവുകളെ നീക്കിത്തരും ഇല്ലായ്മകളെ മാറ്റിത്തരും. വരുമാന മാർഗങ്ങൾ തുറന്നു തരും യേശു മതിയായവൻ. യേശു മതി സ്നേഹം മതി തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി തൻ ഹിതം മതി നിത്യജീവൻ മതി എനിക്ക്. എനിക്കൊരു ഭവനം പണിതു തരും ഹൃദയത്തിനാഗ്രഹം നിറവേറ്റിടും. പുതിയ വഴികളെ തുറന്നു തരും യേശു മതിയായവൻ. യേശു മതി ആ സ്നേഹം മതി തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി തൻ ഹിതം മതി നിത്യജീവൻ മതി എനിക്ക്. സമാധാനമുള്ള കുടുംബം തരും കുടുംബത്തിലേവർക്കും രക്ഷ തരും. നല്ല സ്വഭാവികളായി തീർത്തിടും യേശു മതിയായവൻ. യേശു മതി ആ സ്നേഹം മതി തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി തൻ ഹിതം മതി നിത്യജീവൻ മതി എനിക്ക്. യേശു മതി ആ സ്നേഹം മതി തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി തൻ ഹിതം മതി നിത്യജീവൻ മതി എനിക്ക്. പത്താമത്തെ പാട്ട്. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. എല്ലാരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. എല്ലാരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. നല്ലവനാ കർത്തനവൻ നല്ലവനായി വെളിപ്പെടുമേ. നല്ലവനാ കർത്തനവൻ നല്ലവനായി വെളിപ്പെടുമേ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. നിത്യത കാലത്താൽ
പരിശുദ്ധാത്മശക്തിയാലും നിത്യകരത്താലും പരിശുദ്ധാത്മശക്തിയാലും തിരുവചനം അതിധൈര്യമാ ഉരച്ചിടുക സഹോദരരെ. തിരുവചനം അതിധൈര്യമാ ഉരച്ചിടുക സഹോദരരെ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. മിന്നൽ പിണരുകൾ വീശും പിന്മാരിയെ ഊറ്റുമവൻ. മിന്നൽ പിണരുകൾ വീശും പിന്മാരിയെ ഊറ്റുമവൻ. ഉണരുകയാ ജനകോടികൾ പകരുമപ്പോ ദുർശക്തികളും. ഉണരുകയാ ജനകോടികൾ പകരുമപ്പോ ദുർശക്തികളും. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. വെള്ളിയും പൊന്നൊന്നുമല്ല ക്രിസ്തേശുവിൻ നാമത്തിനാ. വെള്ളിയും പൊന്നൊന്നുമല്ല ക്രിസ്തേശുവിൻ നാമത്തിനാ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടുമേ തൻ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടുമേ തൻ ഭുജബലത്താ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. കുരുടരിൻ കണ്ണുകൾ തുറക്കും കാതു കേട്ടിടും ചെകിടക്കുമേ. കുരുടരിൻ കണ്ണുകൾ തുറക്കും കാതു കേട്ടിടും ചെകിടക്കുമേ. മൂടങ്കുള്ളവർ കുതിച്ചുയരും പൂമരെല്ലാം സ്തുതി മുഴക്കും. മൂടങ്കുള്ളവർ കുതിച്ചുയരും പൂമരെല്ലാം സ്തുതി മുഴക്കും. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. ഭൂതങ്ങൾ വീട്ടുടൻ പോകും സർവബാധയും നീങ്ങിടുമേ. ഭൂതങ്ങൾ വീട്ടുടൻ പോകും സർവബാധയും നീങ്ങിടുമേ. രോഗികളും ആശ്വസിക്കും ഗീതസ്വരം മുഴങ്ങിടുമേ. രോഗികളും ആശ്വസിക്കും ഗീതസ്വരം മുഴങ്ങിടുമേ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. നിന്ദിത പാപരായി മേവാ നമ്മെ നായകൻ കൈവിടുമോ. നിന്ദിത നമ്മെ നായകൻ കൈവിടുമോ. എഴുന്നേറ്റു നാം പണിതിടുക തിരുകരങ്ങൾ നമ്മോടിരിക്കും. എഴുന്നേറ്റു നാം പണിതിടുക തിരുകരങ്ങൾ നമ്മോടിരിക്കും. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. ഹല്ലേലൂയ.
26-ാമത്തെ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. കാൽവരി മലയിൽ ക്രൂശിൽ മരിച്ചോര്, കാൽവരി മലയിൽ ക്രൂശിൽ മരിച്ചോര്, ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. പാപഭാരത്തിൽ നിന്നെ രക്ഷിച്ചോര്, പാപഭാരത്തിൽ നിന്നെ രക്ഷിച്ചോര്, ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. ഓരോ നാളും എൻ്റെ ഭാരം ചുമക്കുന്ന, ഓരോ നാളും ഭാരം ചുമക്കുന്ന, ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കുന്ന, ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കുന്ന, ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. സൃഷ്ടി എൻ്റെ മേലെ ചിത്തമായി നോക്കുന്ന, സൃഷ്ടി എൻ്റെ മേലെ ചിത്തമായി നോക്കുന്ന, ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനായ, എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനായ, ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. രോഗശയ്യയിലൻ കൂടെ ഇരിക്കുന്ന, രോഗശയ്യയിലൻ കൂടെ ഇരിക്കുന്ന, ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന, കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന, ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. പെറ്റതള്ളയേക്കാൾ ഉറ്റു സ്നേഹിക്കുന്ന, പെറ്റതള്ളയേക്കാൾ ഉറ്റു സ്നേഹിക്കുന്ന, ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. വൻകൃപയിലെന്നെ നിന്നെയോളം കാത്ത, വൻകൃപയിലെന്നെ നിന്നെയോളം കാത്ത, ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. ആത്മാവിൽ നിർത്ത കർത്താവിനെ കരമായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 115. ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം നിന്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തണമേ. നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്, തനിക്കിഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുന്നു. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല. അവയ്ക്ക് കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല, കാലുണ്ടെങ്കിലും നടക്കുന്നില്ല, തൊണ്ട കൊണ്ട് സംസാരിക്കുന്നതുമില്ല.
ഇസ്രായേലിനെ യഹോവയിൽ ആശ്രയിക്കാം, അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു. യഹോവ ഭക്തന്മാരെ യഹോവയിൽ ആശ്രയിപ്പീൻ, അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു. അവൻ യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി യഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവർ ആരും യഹോവയെ സ്തുതിക്കുന്നില്ല. യഹോവയെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 115 സങ്കീർത്തനത്തിൻ്റെ അതിൻ്റെ 8ാമത്തെ വാക്യത്തിൽ അവയെ ഉണ്ടാക്കിയവർ അവയെപ്പോലെയാകുന്നു, അവയിൽ ആശ്രയിക്കുന്ന ഏവരും അങ്ങനെ തന്നെ. ഈ ലോകത്തിലെ വിഗ്രഹത്തെയും ഈ ലോകത്തിലെ ദൈവത്തെയും ആശ്രയിക്കുന്നവരുടെ ഗതിയെക്കുറിച്ചാണ് പറയുന്നത്. അവയെ ഉണ്ടാക്കിയവർ അവയെപ്പോലെയാകുന്നു, അവയിൽ ആശ്രയിക്കുന്ന ഏവരും അങ്ങനെ തന്നെ. അത് കഴിഞ്ഞ് അടുത്ത വാക്യത്തിൽ ഇസ്രായേലെ യഹോവയിൽ ആശ്രയിക്കുക, അവൻ അവരുടെ സഹായവും പരിചയമാണ്. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ദൈവം അവരെ തിരഞ്ഞെടുത്തിരിക്കുന്ന ജാതിയാണ് ഇസ്രായേൽ ജനം. അവരോട് പറയണേ, ഇസ്രായേൽ ഗൃഹമേ യഹോവയിൽ ആശ്രയിക്കുക, അവൻ അവരുടെ സഹായവും പരിചയമാണ്. എന്നിട്ട് ഇസ്രായേലിനെ കുറിച്ച് വീണ്ടും പറയുകയാണ്. 12-ാം അധ്യായത്തിൻ്റെ 2ാമത്തെ ഭാഗത്ത് പറയുന്നു, യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും. അവൻ ഇസ്രായേൽ ഗൃഹത്തെ അനുഗ്രഹിക്കും. ഇസ്രായേൽ ഗൃഹം യഹോവയിൽ ആശ്രയിക്കുമ്പോൾ അവരെ അനുഗ്രഹിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. അത് കഴിഞ്ഞ് 10ാമത്തെ വാക്യത്തിൽ അഗരോൻ ഗൃഹമേ യഹോവയിൽ ആശ്രയിക്കുക, അവൻ അവരുടെ സഹായവും പരിചയവും ആകുന്നു. എന്നിട്ട് അഗരോൻ ഗ്രഹം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പുരോഹിത വർഗമാണ്. പുരോഹിത വർഗത്തോട് പറയുകയാണ്, യഹോവയിൽ ആശ്രയിക്കുക, അവൻ യഹോവ അവരുടെ സഹായവും പരിചയമാകുമെന്ന് പറഞ്ഞു. എന്നിട്ട് അഹരോൻ ഗ്രഹത്തിനെ കുറിച്ച് 12ാം ഭാഗത്തിൻ്റെ 2ാം ഭാഗം പറയാം, അവൻ അഹരോൻ ഗ്രഹത്തെ അനുഗ്രഹിക്കുന്നു. യഹോവയിൽ ആശ്രയിക്കുന്ന അഹരോൻ ഗ്രഹത്തെ അനുഗ്രഹിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. അതുപോലെ തന്നെ 11ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹോവ ഭക്തന്മാരെ യഹോവയിൽ ആശ്രയിക്കുകയും. എല്ലാ ജനങ്ങളോടും പറയണേ, യഹോവയിൽ ഭക്തന്മാരായ യഹോവയിൽ ആശ്രയിക്കുന്നവരെ കുറിച്ച് പറയണേ, യഹോവ ഭക്തന്മാരെ യഹോവയിൽ ആശ്രയിക്കുകയും, അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു. യഹോവ നമ്മെ ഓർക്കുന്നു. വളരെ വലിയ പദവിയാണത്. യഹോവ ഭക്തരായ മനുഷ്യർക്ക് കുറിച്ച് പറയണേ, യഹോവ നമ്മളെക്കുറിച്ച് ഓർക്കുന്നു. നമ്മൾ പാപികളായിരിക്കുന്ന നമ്മളെ ഓർക്കുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം നമ്മളെ ഓർക്കുന്നു. എത്ര വലിയ പദവിയാണത്. അത് കഴിഞ്ഞ് അതിനെക്കുറിച്ച് തന്നെ അതിൻ്റെ 13ാമത്തെ വാക്യത്തിൽ തന്നെ പറയുന്നു, അവൻ യഹോവ ഭക്തരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. നമുക്ക് വളരെ പ്രത്യാശ വെക്കാണ്. ചെറിയവരെയും യഹോവ ഭക്തരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. ചെറിയവരായ നമ്മളെയും കർത്താവ് അനുഗ്രഹിക്കുമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ കൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ചെറിയവരായിരുന്നിട്ടും നമ്മുടെ വലിയ പ്രശ്നങ്ങളിൽ പ്രതിസന്ധിയുടെ നടുവിൽ നമ്മളെ എത്ര ഭയങ്കരമായി നമ്മളെ കർത്താവ് വഴി നടത്തി. എൻ്റെ ജീവിതത്തിൽ അനേകം സന്ദർഭത്തിൽ ഈ ദൈവത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ഞാൻ യഹോവ ഭക്തിയിൽ വളരെ അനുസരിച്ച് നടന്നതുകൊണ്ടല്ല, എൻ്റെ ദൈവം എന്നെ സ്നേഹിച്ചുകൊണ്ടാണെന്ന് തന്നെ പറയും. കർത്താവ് എൻ്റെ പാപങ്ങൾ ഓർക്കാത്തവൻ എൻ്റെ കർത്താവ് രക്ഷിക്കുകയും വഴി നടത്തുകയും ചെയ്തു. ദൈവത്തിൽ യഹോവയിൽ ആശ്രയിക്കുമ്പോൾ നമ്മളെ വഴി നടത്തുന്ന ചെറിയവനെ നോക്കാതെ കർത്താവ് നമ്മളെ ഓർക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരും. നമ്മൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഇതിലെ നടക്കുവാനുള്ള ശബ്ദം നമ്മളോട് പറയുന്നു, നമ്മളോട് സംസാരിക്കുന്നു. ഒരു ശബ്ദം നമുക്ക് കേൾക്കുവാൻ സഹായിക്കും. അതുപോലെ തന്നെ പറയാം, യഹോവ നിങ്ങളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കട്ടെ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും തന്നെ. നമ്മുടെ തലമുറയെ അനുഗ്രഹിക്കുന്ന ഒരു കർത്താവുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവമായി തീരും. എൻ്റെ ജീവിതത്തിലും കുഞ്ഞുങ്ങളൊക്കെ എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങൾ നല്ല വിദ്യാഭ്യാസം വളരുന്നൊരു ആഗ്രഹമുണ്ട്. കാരണം ഞാൻ 10ാം ക്ലാസ്സൊക്കെ ഒരു 10 പരുവത്തിൽ ജയിച്ച ഒരു പാർട്ടിയാണ്. പലപ്പോഴും പോയി നിൽക്കുമ്പം വിദ്യാഭ്യാസം മറ്റുള്ളവർ മുമ്പിൽ നമുക്ക് അറിവില്ലാത്തതിൻ്റെ മറ്റൊരു പലരും സംസാരിക്കുമ്പോഴൊക്കെ നമുക്കൊരു വളരെ ബുദ്ധിമുട്ടാണ്. ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ കഴിവതും അങ്ങനെയുള്ള ഒരു സദസ്സിലും സന്ദർഭത്തിലും ഇരിക്കാൻ ആഗ്രഹിക്കത്തില്ല. കാരണം നമ്മുടെ അറിവില്ലായ്മ നമുക്കറിയാം. എൻ്റെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചുള്ള മറ്റുള്ളവർ മുമ്പിൽ നാണം കെടരുത് എന്നൊരു ചിന്ത മാത്രമേ എൻ്റെ ദൈവസന്നിധി ഞാൻ പറയുള്ളൂ. കാരണം അവരെന്തായി തീരണോ, പഠിക്കണോ, മുമ്പോട്ടൊക്കെ ദൈവസന്നിധിയിൽ ആഗ്രഹങ്ങളാണ്. കുഞ്ഞുങ്ങളെയൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിലാക്കിയപ്പോൾ ഒക്കെ എന്നോട് പറഞ്ഞു, മത്ത കുത്തിയ കുമ്പള മുടക്കില്ല. അത് സത്യമാണെന്ന് എനിക്കറിയാം. അവരെ ഞാൻ കുറ്റം വിമർശിക്കുകയും ചെയ്തില്ല.
പക്ഷേ എൻ്റെ ദൈവം കഴിവില്ലാത്തവൻ്റെ മകനെയും കർത്താവ് ഓർത്തു. ചെറിയവൻ്റെ മകനെയും നമ്മളെ എന്നെ സംബന്ധിച്ചോളം ഞാൻ പലപ്പോഴും ദൈവസേനയിൽ വന്നിട്ട് മാറിപ്പോയ ആളാണ്. എനിക്ക് ദൈവസേനയിൽ ഇരിക്കാൻ യാതൊരു യോഗ്യതയില്ലെന്ന് എനിക്ക് പൂർണ്ണമായിട്ടറിയാം. എങ്കിലും എൻ്റെ കർത്താവ് എന്നെ ഓർത്തു. ആ ഓർത്തു എന്ന് പറയുന്നതിൻ്റെ വാക്കിൻ്റെ അർത്ഥം വളരെ വലുതാണ്. യഹോവ നമ്മെ ഓർക്കും. നമ്മുടെ അവസ്ഥ, നമ്മൾ ആരാണെന്ന് നമ്മൾ ഉള്ളപോലെ അറിയുന്ന കർത്താവ് നമ്മുടെ പോരായ്മകൾ നമ്മളോട് ക്ഷമിച്ച് നമ്മളെ ഓർക്കും. അതുപോലെ തന്നെ അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തോടെ നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്, തനിക്കിഷ്ടമുള്ളതൊക്കെ അവൻ ചെയ്യുന്നു. നമ്മുടെ ദൈവം സ്വർഗത്തിലുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്? തൻ്റെ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ട അവനെ നൽകുവാൻ തക്കവണ്ണം നമ്മെ സ്നേഹിച്ചു. നമ്മളെ തക്കവണ്ണം സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം ഇനിയും നമുക്ക് വേണ്ടി ഇനിയും കടന്നു വരും. ഇപ്പോൾ സ്വർഗത്തിൽ പിതാവിൻ്റെ സന്നിധിയിൽ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന അതാണ് യഹോവയായ ദൈവത്തിൻ്റെ ഇഷ്ടം. ആ ഇഷ്ടം ഇന്ന് പുത്രൻ നമുക്ക് വേണ്ടി നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ഈ പുത്രനിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞൊരു ജീവിതത്തിൽ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാൻ കർത്താവ് വീണ്ടും രണ്ടാമത് വരും. മാത്രമല്ല, ഈ ലോകത്തിൽ നമ്മൾ പൂർണ്ണമായും ഈ ലോകത്തിൽ ആശ്രയം വെക്കാതെ യഹോവയിൽ തന്നെ, യഹോവ തന്ന പിതാവായ ദൈവം തന്ന പുത്രനിൽ വിശ്വസിക്കുമ്പോൾ പുത്രനിൽ കൂടെ നമ്മുടെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമ്മൾ അനുഗ്രഹിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെ കാണും. അതിന് പൂർണ്ണമായി യഹോവയിൽ ക്രിസ്തുവിൽ ആശ്രയിക്കണം. ഈ ലോകത്തിലെ ദൈവത്തിലോ ഈ ലോകത്തിലെ ആശ്രയത്തിലോ മക്കളിലോ ഈ ലോകത്തിലെ നമുക്ക് ഒരു ആശ്രയവും മറ്റൊരു മനുഷ്യന് വെക്കാൻ പൂർണ്ണമായും ഒന്നാം സ്ഥാനം ക്രിസ്തുവിന് കൊടുത്തുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ കർത്താവ് നമ്മളെ പൂർണ്ണമായി അനുഗ്രഹിക്കും. ആശ്രയം ആരിലാണ് എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ട. കാരണം ആശ്രയം യഹോവയിലാണെങ്കിൽ ചെറിയവൻ ഓർക്കാതെ നമ്മളെ ഓർക്കുന്ന ഒരു യഹോവയുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകാതിരിക്കട്ടെ. ക്രിസ്തു എല്ലാവരെയും സഹായിക്കട്ടെ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. സാലിച്ചി കടന്നു പ്രാർത്ഥിക്കണം. ഒന്നാമത്തെ പ്രാർത്ഥനാ വിഷയം, ഇന്ന് സൂസിയാൻ്റെയും കുടുംബം കടന്നു വന്നിട്ടില്ല. സൂസിയാൻ്റി ഫോൺ വിളിച്ച് പറഞ്ഞു, സൂസിയാൻ്റി പനിയാൽ ഭാരപ്പെട്ട ഭവനത്തിലായിരിക്കുന്നു. ഡിന്നി മൂത്ത മകന് മുറിയിൽ തെന്നി വീണു. കുഴപ്പമൊന്നുമില്ല, അവന് നടുവേദനയൊക്കെയാക്കിയിരിക്കുന്നു. നമുക്ക് അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മുടങ്ങാതെ കുടുംബമായി ഒരു 3 തലമുറകൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന അവരെ നമുക്ക് പ്രത്യേകം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ പ്രാർത്ഥനാ വിഷയം, പയ്യപ്പാടിലെ കുഞ്ഞോളാൻ്റി ബുധനാഴ്ച ഇംഗ്ലണ്ടിൽ നിന്ന് പോരും. വ്യാഴാഴ്ച ഇവിടെ എത്തത്തക്കവണ്ണമാണ് ഫ്ലൈറ്റിൽ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. കർത്താവിൻ്റെ കൃപ ഉണ്ടാകേണ്ടതിന്, ദൈവത്തിൻ്റെ വലിയൊരു ദേശുറ്റേണ്ടതിന്, വഴിയിൽ പ്രതീക്ഷിക്കാരും തൊടാതിരിക്കേണ്ടതിന് കുഞ്ഞോളാൻ്റിയെ നമുക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മൂന്നാമത്തെ പ്രാർത്ഥനാ വിഷയം, തെക്കേലെ വത്സമ്മയുടെ മകൻ അനിൽ നടുവേദന പൂർണ്ണമായും മാറേണ്ടതിന്, അവനെ ജോലി ചെയ്യാൻ തക്കവണ്ണം കർത്താവിൻ്റെ കൃപ മകനുണ്ടാകേണ്ടതിനായിട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നാലാമത്തെ പ്രാർത്ഥനാ വിഷയം, കാർ ആക്സിഡൻറ്റിൽ അത്ഭുതകരമായ കർത്താവ് വിടിവിച്ച് ഇപ്പോൾ ഭവനത്തിൽ വിശ്രമിക്കുന്ന മാടത്താനിയിലെ ഷിബുവിൻ്റെ ഭാര്യ മോളുവിന് വേണ്ടി പ്രാർത്ഥിക്കും. 1 മാസത്തെ റെസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. റിബ്സിന് ചെറിയ പൊട്ടലൊക്കെ ഉണ്ട്. പൂർണ്ണമായും കർത്താവ് ഉപയോഗിക്കേണ്ടതിന് യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. 5ാമത്തെ പ്രാർത്ഥന, ജോറേട്ടൻ്റെ വേർപാടിലായിരിക്കുന്ന കുഞ്ഞോളാൻ്റെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ മൂലമെൻ യാതന നൽകുമെൻ, യേശുവിൻ മൂലമെൻ യാതന നൽകുമെൻ, ആശയിൽ കന്നിടുന്നേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം,
സ്വോത്രം സ്വോത്രം നാഥ സ്തുതിക്കുന്നു. ക്രിസ്തുവേശുവിൽ കൂടി അടിയങ്ങളെ അളവില്ല സ്നേഹിക്കുന്ന അടിയങ്ങളെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഈ വിശുദ്ധ ദിവസത്തിന്റെ സന്ധ്യായ സമയത്ത് കർത്താവേ, പല ദേശങ്ങളിലെ പല ഭവനങ്ങളിലെ ആയിരം അടിയങ്ങൾ കർത്താവേ, ഈ ആലയത്തിന്റെ തണലിൻ കീഴിലായിരിക്കാൻ തക്കോണം കർത്താവ് അടിയങ്ങൾക്ക് ഒരുക്കി തന്ന വിലയേറിയ അവസരത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാഥായി വാലിയും പരിസരവും യേശുവിന്റെ രക്തത്താൽ മുദ്രയിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ദുഷ്ടനെടുക്കാൽ ശത്രുവടാതെ രക്തക്കോട്ടയ്ക്കുള്ളിൽ അവിടുന്ന് മറച്ച് കാത്തു പരിപാലിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നാഥ, ഇന്ന് വൽക്കാലം കർത്താവേ നിങ്ങൾക്ക് വരാമാവുന്ന ആ പത്താനർത്ഥങ്ങളിൽ നിന്നും ലോകതുക്കാദികളിൽ നിന്നൊക്കെ പിടിപ്പിച്ച് ആ പാതപീഠത്തിലേക്ക് കൂട്ടിവരുത്തിയ വിലയേറിയ അവസരത്തിനായി വീണ്ടും അങ്ങേ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ് കർത്താവേ. 2 3 പേർ യേശുവിന്റെ നാമത്തിൽ എവിടെ കൂടിയാലും മധ്യത്തിൽ കടന്നു വന്ന് അനുഗ്രഹിക്കാവുന്ന വാക്ക് വന്ന കർത്താവ് ഇന്ന് അടിയങ്ങളുടെ മധ്യത്തിലും കടന്നു വന്നിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്, സ്തുതിക്കുകയാണ് കർത്താവേ. പാടുവാനും പ്രാർത്ഥിക്കാനും തിരുവചനം ധ്യാനിക്കാനും ഒക്കെ അടിയക്കും തന്ന വിലയേറെ കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. യഹോഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കുന്നതിനായ കർത്താവ് അടിയങ്ങളുടെ മധ്യത്തിൽ കടന്നു വന്നിരിക്കുന്നവനെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. അവനെല്ലാവരെയും ഓർക്കുന്ന കർത്താവായിരിക്കാൻ സ്തോത്രം കർത്താവേ. ആ പാതപീഠത്തിൽ ഇരുന്നു കൊണ്ട് എൻ്റെ കർത്താവിനെ ഒരു പ്രാവശ്യം കൂടി ഉയർത്തുവാനും ആ മുഖം ഒന്ന് അന്വേഷിപ്പാനും ഇതൊക്കെയാണ് അടിയങ്ങൾക്ക് ഓരോരുത്തർക്കും തന്ന വിലയേറിയ അവസരത്തിനായി നന്ദിയോടെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ് നാഥ. ഇതിനൊന്നും അവസരം താവേ, ഇതിനൊന്നും അവകാശമില്ലായിരുന്ന അടിയങ്ങളെ കർത്താവ് അവിടുന്ന് വിളിച്ച് വേർതിരിച്ച് അവിടുത്തെ മക്കളും പ്രിയ മക്കളുമാക്കി തീർത്ത വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ് കർത്താവേ. ആ പാതപീഠത്തിലിരിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാണല്ലോ. ആ കർത്താവിൻ്റെ പാതപീഠത്തിൽ ഇരുന്നു കൊണ്ട് ഒരു ചെറിയ കൂട്ടമായി അങ്ങേ ആരാധിപ്പാൻ അടിയങ്ങൾക്ക് തരുന്ന വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഇതിനൊക്കെ അടിയങ്ങൾക്ക് അവസരം ഒരുക്കി തന്ന മോൻചായനെ കുടുംബമായി അടിയൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. എൻ്റെ മകനെ ഇത്രത്തോളം അവിടുന്ന് കാക്കുകയും പരിപാലിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. അതിനെ ഏൽപ്പിക്കുന്ന നാഥ, എൻ്റെ മകളെ ഇത്രത്തോളം കരുതുന്ന കൃപകൾക്കായി സ്തോത്രം. കുഞ്ഞുങ്ങളെയും കരങ്ങളിൽ സമർപ്പിക്കുന്ന എൻ്റെ മക്കളെ 2 പേരെയും കുടുംബമായി അപ്പൻ്റെ പാതപീഠത്തിൽ സമർപ്പിക്കുന്നു. ദാനം കൊടുത്ത കുഞ്ഞുങ്ങളെയും കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മക്കളെയൊക്കെ രക്തക്കോട്ടയ്ക്കുള്ളിൽ മറച്ച് കാത്തു പരിപാലിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നാഥാടിയങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെയൊക്കെ അപ്പൻ്റെ പാതപീഠത്തിൽ അടിയൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സൂസിയാൻ്റെ കുടുംബമായി അപ്പൻ്റെ പാതപീഠത്തിൽ അടിയൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. എൻ്റെ മകളുടെ പനിയുടെ ഭാരത്തിൽ നിന്നൊക്കെയും കർത്താവ് പൂർണ്ണ വിടുതല് സൗഖ്യം അവിടുന്ന് കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ കാര്യം എൻ്റെ മകളുടെ ഉച്ച തൊട്ടുള്ള കാല് വരെ ഒന്ന് തൊടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും സൗഖ്യം പ്രാപിച്ചല്ലോ നാഥ. എൻ്റെ മകൾക്ക് പൂർണ്ണ വിടുതല് സൗഖ്യം അവിടുന്ന് കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവെ. വീഴ്ച മൂലമായി ഭവനത്തിലായിരിക്കുന്ന നിന്റെ മകനെ കർത്താവ് അവിടുന്ന് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കുഴപ്പവും കൂടാതെ വണ്ണം നിന്റെ മകനെ അവിടുന്ന് ബലപ്പെടുത്തി വഴി നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നാഥായങ്ങളിൽ നിന്ന് കടന്നു വരുന്ന കുഞ്ഞോടാൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു നാഥ. എൻ്റെ മകള് എൻ്റെ യാത്രയിലൊക്കെ അപ്പച്ചൻ്റെ സാന്നിധ്യവും കൃപയും കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്ന അപ്പച്ചൻ്റെ കൃപയിലും സാന്നിധ്യത്തിലും അവിടുന്ന് മറച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. യാത്രയിലൊക്കെ അവിടുത്തെ കരം കൂടിയിരിക്കണമേ, എത്തുവോളോ തങ്കച്ചിറകടിയിൽ സൂക്ഷിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അനുനായി അടിയങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. എൻ്റെ മകൾ കൊടുത്ത വിടുതലിനായി സൗഖ്യത്തിനായി സ്തോത്രം കർത്താവെ. ആരോഗ്യത്തോടെ ബലത്തോടെ ജോലിക്കൊക്കെയും കടന്നു പോകുവാൻ തക്കോണം എൻ്റെ മകളെ അവിടുന്ന് ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് എൻ്റെ മകളെ താഴ്ത്തി ഏൽപ്പിക്കുന്ന നാഥ. സഹോദരിയുടെ മോനെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവിൻ്റെ മകളെ അവിടുന്ന് മകൻ കുഞ്ഞിനെ അവിടുന്ന് ബലപ്പെടുത്തണമേ. നടുവിൻ്റെ വേദനയുടെ ഭാരത്തിൽ നിന്ന് പൂർണ്ണ സൗഖ്യം വിടുതൽ അവിടുന്ന് കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പൻ്റെ കരങ്ങളിലേക്ക് എൻ്റെ മകനെയും താഴ്ത്തി ഏൽപ്പിക്കുന്ന നാഥായിരിക്കുന്നിടത്ത് കർത്താവിൻ്റെ കരം അവിടുന്ന് പ്രവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ശിവുവിനെയും മോളുവിനെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവിൻ്റെ മോൾക്കു ദൈവമേ ആപത്തകളിൽ നിന്നൊക്കെ വിടുവിച്ചിത്രത്തോളം ആക്കി തീർത്തല്ല കർത്താവെ. പൂർണ്ണമായ വിടുതൽ സൗഖ്യം അവിടുന്ന് കൊടുക്കണമേ പ്രാർത്ഥിക്കുന്ന കർത്താവെ. മോളിനെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്. എൻ്റെ മകളോട് കൂടെ ഇരുന്ന് കർത്താവ് അവിടുന്ന് വിടുതല് പ്രവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അപ്പൻ്റെ കരങ്ങളിലേക്ക് എൻ്റെ മകളെ താഴ്ത്തി ഏൽപ്പിക്കുന്നപ്പാ അവിടുന്ന് കൂടെ ഇരുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നാഥ. അടിയങ്ങൾ അല്പസമയം പാതപീഠത്തിലിരിക്കുമ്പോൾ കർത്താവെ അടിയങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് നിറച്ച് പറഞ്ഞയക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വചനവുമായി എൻ്റെ മകൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കർത്താവ് ക്രൂശിൻ്റെ മറവിൽ മറച്ച് നിർത്തിക്കൊണ്ട് കർത്താവെ അടിയങ്ങൾ
അടിയങ്ങൾക്ക് വേണ്ടുന്ന വചനം തന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കേൾക്കുന്ന വചനങ്ങൾ അടിയങ്ങളുടെ ഹൃദയത്തിന്റെ മാംസപലകയിൽ പരിശുദ്ധാത്മാവിനാൽ അവിടുന്ന് എഴുതി തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് നാഥ. അത് 30, 60, 100 മേനി പല അടിയങ്ങളിൽ പ്രവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടങ്ങൾക്ക് കളയാതെ വണ്ണം എൻ്റെ കർത്താവ് അവിടുന്ന് കാത്തു പരിപാലിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ഇന്ന് കടന്നു വരാൻ സാധിക്കാഞ്ഞ മക്കളെയൊക്കെ കരങ്ങളിൽ സമർപ്പിക്കുന്നവരൊക്കെ ആയിരിക്കുന്നിടത്ത് കർത്താവിൻ്റെ രക്തകോട്ടയ്ക്കുള്ളിൽ മറച്ച് കാത്തു പരിപാലിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദേശത്തെയും ചുറ്റുപാടുകളെയൊക്കെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്ന നാഥൻ്റെ കരം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. അടിയൻ്റെ കുറവുകളോ ബലഹീനതകളോ നാഥ ഇന്നത്തെ അനുഗ്രഹത്തിന് തടസ്സമാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. സത്യത്തിലും ആത്മാവിലും അങ്ങേ ആരാധിപ്പാനൊക്കെ അടിയങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അന്യത്തോളോ ക്രിസ്തുവാകുന്ന ഉറച്ച പാറമേൽ ആശ്രയം വെച്ച് ജീവിപ്പാൻ അടിയങ്ങളെ ഓരോ കുടുംബത്തെയും അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നാലും മനുഷ്യന്റെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരമരുളണമേ സ്വർഗീയ പിതാവേ. കർത്താവിന്റെ പ്രാർത്ഥന കടന്നു സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും എഴുന്നേക്കാം. പാഠപുസ്തകത്തിലെ 92-ാമത്തെ പാട്ട്. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം മൽപ്രയം മക്കാം. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം മൽപ്രേമകാന്തനെ കാണാം. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം മൽപ്രേമകാന്തനെ കാണാം. സുന്ദരരൂപനെ ഞാൻ ഈ മേഘമതും വേഗം കാണാം മൽപ്രേമകാന്തനെ കാണാം. കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറടികിടി കൊണ്ടു മരിച്ചവരന്ന് മസിഹായോടു വാഴുമ നാട്ടിൽ. കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറടികിടി കൊണ്ടു മരിച്ചവരന്ന് മസിഹായോടു വാഴുമ നാട്ടിൽ. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം മൽപ്രേമകാന്തനെ കാണാം. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം മൽപ്രേമകാന്തനെ കാണാം. പൊന്മണിമാലയവൻ എനിക്കു തരും സുപ്രഭാതം നാഥനെന്നെ ധരിപ്പിക്കുമെന്ന്. പൊന്മണിമാലയവൻ എനിക്കു തരും സുപ്രഭാതം നാഥനെന്നെ ധരിപ്പിക്കുമെന്ന്. കണ്ണുനീരാകെ ഒഴിഞ്ഞിടുമേ 1000 ആണ്ടു വസിക്കുമവനുടെ നാട്ടിൽ. എനിക്കായൊരുക്കിയ വീട്ടിൽ കണ്ണുനീരാകെ ഒഴിഞ്ഞിടുമേ 1000 ആണ്ടു വസിക്കുമവനുടെ നാട്ടിൽ. എനിക്കായൊരുക്കിയ വീട്ടിൽ. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം മൽപ്രേമകാന്തനെ കാണാം. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം മൽപ്രേമകാന്തനെ കാണാം.
ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ രക്തം ജയം ഹല്ലേലൂയ ഹല്ലേലൂയ കാൽവരി രക്തം ജയം ജയം ഹല്ലേലൂയ 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 ആത്മാവിൽ നിറച്ച കർത്താവിനെ കർമ്മ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മത്സമ്മേ ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്ര 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 യേശുവേ നന്ദി യേശുവേ ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ ഈ നല്ല സന്ധ്യാസമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. അവിടെ നടികൾക്ക് ഒരവസരം കൊടുത്തതിനായി സ്തോത്രം നാഥ. പാടുവാനെ പ്രാർത്ഥിക്കുവാനെ സങ്കീർത്തനങ്ങളെ ധ്യാനിപ്പാനൊക്കെ തന്ന നല്ല സമയത്തിനായി സ്തോത്രം. ഈ ആരോ പരിസര യേശുവിൻ്റെ രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ വന്യർത്തപ്പെട്ട മക്കളെയും മറ്റൊരു രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. 2 3 പേർ യേശുവിൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിലേക്ക് വരുവെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവെ നടുവിലുള്ളതിനായി സ്തോത്രം നാഥ. ഇന്നുവരെയും ഞങ്ങളെ നടത്തിയ എല്ലാ വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ അവിടുന്ന് പ്രാർത്ഥിപ്പാൻ കർത്താവെ ഏൽപ്പിച്ച എല്ലാ വിഷയങ്ങളെ ഓർത്ത് ദൈവമേ ഇതുവരെയും പ്രാർത്ഥിച്ചതിനായി സ്തോത്രം നാഥ. വചനം പറയുന്ന മുൻചാനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ പരിശുദ്ധാത്മാവിനാൽ അവിടുന്ന് നിറച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിനെ അളകൂടാതെ ഇവിടെ കൊടുത്തിരിക്കുകയായി സ്തോത്രം നാഥ. തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങുവാൻ തക്കവണ്ണം ശിഷ്യന്മാരുടെ നാവ് തന്ന കർത്താവെ സ്തോത്രം നാഥ. അവിടുന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ ആത്മാവിനെ അളകൂടാതിരുന്നതിനായി സ്തോത്രം നാഥ. അവിടുന്ന് ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കുന്ന കർത്താവിൻ മധ്യത്തിൽ വന്നിരിക്കുകയായി സ്തോത്രം. യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തോടെടുക്കുന്നവരെ പൂർണ്ണമായും രക്ഷിക്കുന്ന ദൈവത്തിനായി സ്തോത്രം നാഥ. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇവിടെ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ വചനം പറയുമ്പോൾ തന്നെ അതിൻ്റെ ശക്തി ഇവിടുന്ന് വ്യാപരിക്കുന്നതിനായി സ്തോത്രം. രോഗത്തിന്മേലൊക്കെ വിടുതൽ തരുന്നതിനായി സ്തോത്രം നാഥ. അത്ഭുതമാർന്ന കര അവിടുന്ന് തൊടുന്നതിനായി സ്തോത്രം നാഥ. ദൈവമേ ആ ദൈവത്തെ യേശുവിനെ തൊട്ടവരും യേശു തൊട്ടവരോട് സൗഖ്യം പ്രാവശ്യമല്ലോ. ആ സൗഖ്യം നടക്കുവാൻ തക്കോണം കർത്താവ് ഞങ്ങളുടെ മധ്യത്തുള്ളതിനായി സ്തോത്രം നാഥ. ആ പരിശുദ്ധാത്മാവിൻ്റെ കൃപ പ്രാപിക്കുവാൻ ആ കൃപയിൽ നിൽക്കുവാൻ തക്കോണം എല്ലാവരും അവിടുന്ന് സഹായിക്കണമേ. മുൻചാനെ ഏറിയ നന്മകളാൽ നിറയ്ക്കണം കർത്താവെ. കുടുംബമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആൻറ്റിക്കായി മക്കൾക്കായി കുഞ്ഞുമക്കൾക്കായി സ്തോത്രം നാഥ. ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെ നീതിയിലേക്ക് ഇരിക്കുന്ന നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുന്ന വചനം കർത്താവിടുന്ന് അനുഗ്രഹമാക്കി തീർത്തു കൊടുത്തതിനായി സ്തോത്രം നാഥ. അവിടുന്ന് എല്ലാ നന്മകളാലും നിറയ്ക്കണം. കൃപ കൂടിയിരിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സർവമാന മുഖത്ത് യേശുവിന്